ന്യായവിധി നടത്തുവാൻ രാജാധിരാജൻ ന്യായാസനത്തിൽ വരുമ്പോൾ, ന്യായവിധി നടത്തുവാൻ രാജാധിരാജൻ ന്യായാസനത്തിൽ വരുമ്പോൾ, കോവിലിലൊരിക്കലും വരികില്ലെന്നുരച്ചോരും. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളസിംഹാസന ന്യായവിധി എപ്രകാരമായിരിക്കുമെന്ന് ചില കാര്യങ്ങളെല്ലാം നമുക്ക് ചിന്തിപ്പാനിടയായിട്ടുണ്ട്. കുറ്റപത്രം പ്രതിയെ വായിച്ച് കേൾപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. അനന്തരമായിട്ട് ഒരു കോടതി വ്യവഹാരത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് സാക്ഷി മൊഴികൾ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ മുമ്പിൽ സാക്ഷി മൊഴികൾ ആവശ്യമില്ല. അവിടുത്തെ മുൻപിൽ സകലതും നഗ്നതും മലർന്നതുമായിട്ടാണ് കിടക്കുന്നത്. എങ്കിലും അതെ, ദൈവ വചനം നാം പരിശോധിക്കുമ്പോൾ സാക്ഷി മൊഴികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കർത്താവ് ന്യായം വിധിക്കുന്നത്. മനുഷ്യർ ചെയ്യുന്ന യാതൊരു അകൃത്യത്തിനോ പാപത്തിനോ അവന്റെ നേരെ ഏക സാക്ഷി നിൽക്കരുത്. 2 or 3 സാക്ഷികളുടെ വാമൊഴിയാൽ കാര്യം ഉറപ്പാക്കണം എന്നാണ് പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 19:15 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഈ ന്യായാസനങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതനുസരിച്ച് പുതിയ നിയമസഭയിലും തീരുമാനങ്ങൾ ചെയ്യുവാൻ കർത്താവ് കൽപ്പിച്ചതായിട്ട് മത്തായിയുടെ സുവിശേഷം 8:16, 1 തീമോഥെയോസിന്റെ ലേഖനം 5:19 തുടങ്ങിയ വാക്യങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ കോടതികളിൽ സാക്ഷികളുടെ അപര്യാപ്തതയിൽ അനേക കേസുകൾ തള്ളിപ്പോകുന്നതും നമുക്ക് കാണാവുന്നതാണ്. ജഡ്ജി നേരിട്ട് കണ്ട വിഷയമാണെങ്കിൽ പോലും സാക്ഷികൾ ഇല്ല എങ്കിൽ ആ ജഡ്ജിക്ക് പോലും കുറ്റം വിധിക്കുവാനായിട്ട് സാധ്യമല്ല. 50-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: തന്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അഥവാ ആകാശവും ഭൂമിയും അറിയാതെ മനുഷ്യന് ഒരു തെറ്റും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ ആകാശവും ഭൂമിയും 2 സാക്ഷികളായി അവിടെ ദൈവം വിളിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അത് യെശയ്യാ പ്രവചനത്തിൽ ഇപ്രകാരമാണ് ആ ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുമ്പോൾ, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അഥവാ ഇസ്രായേലിന്റെ അനുസരണക്കേടിനെ കുറിച്ച് ദൈവം സംസാരിച്ചതാണല്ലോ അവിടെ കാണുവാൻ കഴിയുന്നത്. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ നിങ്ങൾ അവിടം വിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായിട്ട് ഉടഞ്ഞുകളവീൻ എന്ന് പറഞ്ഞിരിക്കുന്നതും ശ്രദ്ധേയമാണ്. യോശുവ സകല ജനത്തോടും, ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, അത് യഹോവ നമ്മോട് സംസാരിച്ചിട്ടുള്ള വചനങ്ങളൊക്കെയും കേട്ടിരിക്കുന്നു എന്ന് പറയുന്നതും ഇവിടെ ഈ വസ്തുക്കൾ സാക്ഷി പറയും എന്നതിന്റെ ഉറപ്പാണല്ലോ. വീണ്ടും ഹബക്കൂക്കിന്റെ പ്രവചനം 2:11 ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമെന്നാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്രകാരം നാം ചിന്തിക്കുമ്പോൾ ഇതെല്ലാം സാക്ഷ്യത്തിനായി എണീറ്റ് വരും. ലൂക്കോസിന്റെ സുവിശേഷം 12 അതിന്റെ 2-3 വാക്യങ്ങളിലും ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മൂടിവെച്ചത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കയില്ല. ആകയാൽ നിങ്ങൾ ഇരുട്ടത്ത് പറഞ്ഞതെല്ലാം വെളിച്ചത്ത് കേൾക്കും. അറകളിൽ വെച്ച് ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ ഘോഷിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതും ശ്രദ്ധേയമാണ്. അതെ, ഇന്ന് നാം ചിന്തിക്കുമ്പോൾ എത്രയോ കാര്യങ്ങൾ ടേപ്പ് ചെയ്ത് വെക്കുന്നു. CCTV ക്യാമറ ഏതെല്ലാം കാര്യങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളതായ ഒരാധുനിക ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത് എന്നും അതേപോലെ ഫോട്ടോ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. റോബോട്ട് പോലെയുള്ള
ആ ഉപകരണങ്ങൾ, ഇതെല്ലാം നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആകാശവും ഭൂമിയും കാണാത്ത മറ്റൊരു തരം പാപമുണ്ട്. അത് ഹൃദയത്തിലെ ദുഷ്ടവിചാരങ്ങളാണ്. 1 കൊരിന്ത്യർ ലേഖനം 4:5 അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആകാശവും ഭൂമിയും കാണാതെ ഹൃദയത്തിൽ ചിന്തിച്ചു കൂട്ടുന്ന പാപങ്ങൾക്ക് പോലും അവിടെ ന്യായവിധി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, ഭൂമിയിൽ ആരാരെയെല്ലാം വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു, ഇതെല്ലാം എണ്ണി എണ്ണി അവിടെ ന്യായവിധി നടക്കും എന്നുള്ളത് ദൈവ വചന വെളിച്ചത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ആയതിനാൽ ഒരു ന്യായവിധിയുണ്ട്. ദുഷ്ടന് വെള്ളസിംഹാസനത്തിൽ നിശ്ചയമായിട്ടും ഒരു ന്യായവിധി ഉണ്ട് എന്ന് ഓർത്തുകൊണ്ട് നാം പറയുന്ന ഓരോ നിസ്സാര വാക്കുകൾക്ക് പോലും ആ ന്യായവിധി ദിവസത്തിൽ നിൽക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി വളരെ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ഏവർക്കും ഇടയായി തീരട്ടെ. ഏതെങ്കിലും കുറവുകൾ ഉണ്ടായെങ്കിൽ അത് ഈ കൃപായുഗത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നിശ്ചയമായും കരുണ ലഭിക്കുക തന്നെ ചെയ്യും. ആ ദൈവകരങ്ങളിൽ പിന്നെയും ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യായവിധി നടത്തുവാൻ രാജാധിരാജൻ ന്യായാസനത്തിൽ വരുമ്പോൾ, ന്യായവിധി നടത്തുവാൻ രാജാധിരാജൻ ന്യായാസനത്തിൽ വരുമ്പോൾ, കോവിലിലൊരിക്കലും വരികില്ലെന്നുരച്ചോരും, കോവിലിലൊരിക്കലും വരികില്ലെന്നുരച്ചോരും, കോപിച്ചു മനം മാറി നടപ്പോരും വന്നേ തീരൂ, കോപിച്ചു മനം മാറി നടപ്പോരും വന്നേ തീരൂ. ന്യായവിധി നടത്തുവാൻ രാജാധിരാജൻ ന്യായാസനത്തിൽ വരുമ്പോൾ, ഉള്ള പണം മുഴുവനും കള്ളുഷാപ്പിൽ കൊടുത്തിട്ട്, ഉള്ള പണം മുഴുവനും കള്ളുഷാപ്പിൽ കൊടുത്തിട്ട്, കള്ളക്കൂട്ടുകാരുമായി നടപ്പോരും വന്നേ തീരൂ, കള്ളക്കൂട്ടുകാരുമായി നടപ്പോരും വന്നേ തീരൂ.